ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവേ ചാനൽ. മാരുതി സംവിധാനം ചെയ്ത് റബൽ സ്റ്റാർ പ്രഭാസ് നായകനായ പുതിയ തെലുങ്ക് ചലച്ചിത്രമാണ് രാജാ സാബ്. ജനുവരി 9 ഇന്നാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മറ്റ് കഥാപാത്രങ്ങളിലായി സഞ്ജയ് ദത്ത്, മാളവിക മോഹനൻ, നിധി അഗർവാൾ, റിദ്ധി, വി ഗണേഷ്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമനാണ്. അപ്പോൾ സിനിമ ഒരു ഹൊറർ കോമഡി ഫാന്റസി ആയിട്ടാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏക പോസിറ്റീവായിട്ട് തോന്നിയത് തമനസ് മ്യൂസിക് ഡയറക്ടറാണ്. മറ്റെല്ലാം എനിക്കൊരു നെഗറ്റീവ് തന്നെയായിരുന്നു. ഒരു കാട്ടപരാധം അറ്റ് ഇറ്റ്സ് പീക്ക് പടമാണ് ഇത്. ആക്ച്വലി ഈ സിനിമയുടെ ട്രെയിലർ ആൻഡ് സോങ്സ് എല്ലാം വന്നപ്പോഴും ഒരു നെഗറ്റീവ് വൈബ് തന്നെയായിരുന്നു. ഞാൻ സോങ്സിൽ 1-2 സോങ്സ് നെഗറ്റീവായിരുന്നു. ബാക്കി 1-2 സോങ്സ് ഒക്കെ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് കേൾക്കാനും അല്ലെങ്കിൽ ആ ഒരു പടത്തിന് പോകാനുള്ള ഒരു ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വെച്ച് ഈ സിനിമയിൽ വന്നിട്ടുള്ള എല്ലാം മണ്ണും തണ്ണിയുമാണ്. ഒരു ഗുണവുമില്ലാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി രാജാ സാബ് തോന്നിയത്. അതായത് രാജാ സാബ് ഒരു അമ്മുമ്മയും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധം, ഒരു അമ്മുമ്മയും പേരക്കുട്ടിയും തമ്മിലുള്ള ഒരു ആത്മബന്ധമായിട്ടാണ് ചുരുക്കി പറഞ്ഞ സിനിമ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സീൻസ് ഒരു രാജാവിൻ്റെ ആ ഒരു കാലത്തേക്ക് പോകും. ഒരു ലോജിക്കും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കണക്ഷനും ഇല്ലാത്ത എന്തൊക്കെയോ, അതായത് പർപ്പസ്ഫുള്ളി, അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തോ പറഞ്ഞിട്ട് ആ ഒരു, അതായത് എന്തിനാണ് അവനത് ചെയ്തത്, അത് ഇന്നത്തിനാണ്. അത് ഒരു കണക്ഷനോ ഒരു ബന്ധമോ അല്ലെങ്കിൽ ഒന്നുമില്ല. ചില നമ്മൾ സൈക്കോ സിനിമകളൊക്കെ കാണൂലേ, അതായത് എന്തിനാ നോക്കിയത്, നീ എന്നെ നോക്കിയതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇടിച്ചത് എന്നുള്ളതിനാണ്. അതുപോലത്തെ ഒരു ഇതാണ്. അതായത് എന്തിനാണ് അവരൊരു ക്രൂരത കാണിച്ചത്, അതൊന്നും ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു ഇതാണ് സത്യം പറഞ്ഞാൽ. നോ ലോജിക് ഓൺലി മാഡ്നസ് വരുന്ന, നോ ലോജിക് ഓൺലി ഒരു മാഡ്നസ്സും ഇല്ല. ആൻഡ് ഇതിൽ പ്രഭാസിന്റെ കുറച്ച് എന്താ പറയുക, ആക്ഷനൊക്കെ വൺ ബോറായിരുന്നു. ഒരു തല്ലിപ്പൊളി ജയ്ബാലയ ഫൈറ്റുകളാണ്. അളിയെ ബൈക്കൊക്കെ എടുത്ത് തൂക്കി എടുത്ത് എറിയുന്നുണ്ട്. പിന്നെ ഒരു കിട്ടില്ല സീനുണ്ട്. അതായത് ഇവരുടെ കുറച്ച് പണമുള്ള പണപ്പെട്ടിയായിട്ട് കള്ളന്മാരെന്ന് കുറച്ച് അവിടെ സൈഡിൽ നിൽക്കുന്ന കുറച്ച് പയ്യന്മാർ, അവന്മാരെ വിളിച്ചിട്ടാണ് വില്ലന്മാരെന്ന് അതിൽ നിർത്തിയിരിക്കുന്നത്. ആ വില്ലന്മാരുമായിട്ടാണ് ആ ഫൈറ്റ്. അതിൻ്റെ ഇടയിൽ ആ വില്ലന്മാർ ഈ നമ്മളെ ഈ ഇങ്ങനെ പൊങ്ങി ഇരിക്കുമല്ലോ, എന്തോ ഒരു കാര്യങ്ങളിലേക്ക് ചെയ്യും, അതുപോലത്തെ എന്തോ ഒരു സംഭവത്തിലേക്ക് അങ്ങനെ എടുത്തിടുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട്, അതായത് ഈ കുംഭമേള അങ്ങനെ ഏതൊരു മേളയ്ക്കകത്ത് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പടിപടിയായിട്ട് അങ്ങ് അറ്റം വരെ പൊങ്ങി നിൽക്കില്ല. ആ ഒരു സ്ഥലത്തിന് അവിടെ ആ ഒരു പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടത്തിൽ ഇവര് എന്താ പറയാ, ഈ പെട്ടി എടുത്തിടുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ചാട്ടം ഉണ്ട് പ്രഭാസിന്റെ, ഒരു 1.5 ചാട്ടം. ആ ചാട്ടത്തിൽ പ്രഭാസ് ഒന്ന് ചാടി രക്ഷിക്കുന്നതായിട്ടാണ് ആ ഒരു സീനൊക്കെ ഉണ്ട്. അതെനിക്ക് കുരുവിയിൽ തളപതി വിജയ് ചെയ്തതാണ് ഓർമ്മ വന്നത് ആ സമയം കണ്ടപ്പോൾ. അതേപോലത്തെ സെയിം ചാട്ടം നിങ്ങളന്ന് ഗസ് ചെയ്ത് നോക്കി. ഈ സമയത്ത് മനസ്സിൽ വന്ന ആ ഒരു ഇതാണ് ഈ സിനിമയിൽ വന്നത്. ആൻഡ് ഇതിൽ ആകെ ഉള്ള 3 നായികമാരുണ്ട്. നായികമാരെ കാണാൻ കൊള്ളായിരുന്നു. മാളവിക, പിന്നെ നിധി അഗർവാള്, റിദ്ധി, ഇങ്ങനെ 3 നായികമാരാണ് ആ സിനിമയെ സത്യം പറഞ്ഞാൽ കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ ഫസ്റ്റ് പ്രൊമോഷനും നായികമാരെ വെച്ചായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ പടത്തിന് ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നാച്ചെ എന്നൊരു സോങ്ങും കൂടെ അവർ റിലീസ് ചെയ്തത്. പിന്നെ എനിക്ക് ഏക പോസിറ്റീവായിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞില്ല, തമനസിൻ്റെ ആണ്. തമൻ്റെ മ്യൂസിക് മാത്രം. ആ പാട്ട് ആ തിയേറ്ററിൽ കേട്ടപ്പം കുറച്ചുകൂടെ ഒരു എനർജറ്റിക് ഉണ്ടായിരുന്നു. ആ BGM കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. ആ സിറ്റുവേഷനിൽ മ്യൂസിക്കുകൾ കൊള്ളായിരുന്നു, സ്കോറുകൾ കൊള്ളായിരുന്നു. പിന്നെ ആ അമ്മുമ്മയും പേരമ്മകനും കൂടെ ഉള്ള, അതായത് പ്രഭാസ് അതിലൊരു അമ്മമ്മ ക്യാരക്ടറുണ്ട്. അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വരുമ്പോൾ ഒരു BGM, ഒരു ഇമോഷണൽ BGM ഇടുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു കണക്ഷൻ, ഒരു നല്ല കേൾക്കാൻ തന്നെ ഒരു ഇമ്പമുള്ള ഒരു ഫീലിംഗ് മ്യൂസിക്കാണ്. പിന്നെ മാസ് സെറ്റിങ്ങുകളും നായികമാർ വരുമ്പോൾ സെറ്റിങ്ങുകളും എല്ലാം ചേർത്തൊരു നല്ലൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഏക ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് തമനാണ്. തമൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്ങും നാച്ചൊക്കെ തിയേറ്ററിൽ സൂപ്പറായിരുന്നു. കാരണം പാട്ട് കേൾക്കുമ്പോഴൊക്കെ നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാക്കി നോക്കുമ്പം പക്ക അപരാധമാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സഞ്ജയ് ദത്തിനെയൊക്കെ കോമഡി ആക്കിയിട്ടുണ്ട്. സഞ്ജയ് ദത്തേ കോമഡിയാണ് സിനിമയിൽ. സഞ്ജയ് ദത്ത് ഒരു മന്ത്രമാണ്. സഞ്ജയ് ദത്താണ് കേട്ടോ ഇതിൽ വില്ലൻ ക്യാരക്ടർ. സഞ്ജയ് ദത്തിൻ്റെ, അതായത്
ആ ക്യാരക്ടർ പറയാനേ എനിക്ക് ഒരുമാതിരിയായി. എന്തോന്ന് ക്യാരക്ടർ പറയാൻ പോലും പറ്റില്ല, അത്ര കാട്ടപരാധം ക്യാരക്ടറാണ് സഞ്ജയ് ദത്തിന് അതിലുള്ളത്. ഒരു പാവപ്പെട്ട ആള്, അതായത് ഈ അമ്മയില്ലേ, ഏത് അമ്മ കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലല്ലേ, കഥ പറഞ്ഞു തരാനും ഒന്നുമില്ല. അതാണ് എനിക്കൊന്നും പറയാനും കിട്ടാത്തത്, കഥ പറഞ്ഞു തരാനും ഒന്നുമില്ല, കാട്ടപരാധം. എന്നിട്ട് സഞ്ജയ് ദത്ത് ഒരു മന്ത്രവാദിയുടെ അടുത്തൊക്കെ പോയി മന്ത്രമൊക്കെ പഠിച്ച്, ഈ അമ്മുമ്മ പണ്ട് രാജ്ഞിയായിരുന്നു, വലിയ ഇതിൽ ബാഹുബലിയിലെ റോളുണ്ട്, മറ്റേ ബൽബാൽദേവ് ഇങ്ങനെയൊക്കെ വിളിക്കണത്, ഏതോ സരജുനൊക്കെ ഗംഗാദേവി ഇങ്ങനെയൊക്കെ വിളിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. കണ്ട് സത്യം പറഞ്ഞാൽ ചിരിയാണ് ഒന്ന്. പിന്നെ ഇതിൽ കുറച്ച് കാട്ടപരാധ കോമഡീസ് ഉണ്ട്. അതിൽ തന്നെ പ്രഭാസ് കിടന്ന് അളിഞ്ഞു വാരുന്ന കുറച്ച് കോമഡീസും ഉണ്ട്. പിന്നെ അവർ തമ്മിലുള്ള കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ആ സാൻഡ് മാന്, പിന്നെ ഒരു മുതല ഫൈറ്റ് ഉണ്ട്, അതൊരു മുതലായിരുന്നു കേട്ടാ. അത് എന്തോന്ന് ഫൈറ്റ്, അത് ആരെടുത്തത്, ആ മുതലെ അവിടെ എന്തിനു കൊണ്ടുവന്ന്, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അതിൻ്റെ അകത്ത് കുറച്ച് ആമസോൺ കാടിൻ്റെ അകത്ത് ഒരു വലിയ കൊട്ടാരം, അതിൻ്റെ അകത്ത് ആരും ഒരു ബന്ധവുമില്ലാതെ ആരൊക്കെയോ കയറി വരുന്നു, ഇവരൊക്കെ എങ്ങനെ അറിയണം ആ സ്ഥലം എന്നൊരു ലോജിക്കില്ല, അല്ലെങ്കിൽ ഇവരെങ്ങനെ വന്നു എന്നൊരു ലോജിക്കില്ല. ഒരു കാട്ടപരാധവും എല്ലാ കാട്ടപരാധവും ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ സിനിമയാണ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഹൊറർ പടമെന്ന് മാരുതി സംവിധായകൻ ഏതൊരു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞെന്നാൽ അതെന്ത് പരിപാടി, ഈ പടം കൊള്ളൂല എൻ്റെ വീട്ടിൽ വന്ന് തപ്പണമെന്ന്. അഡ്രസ്സ് അറിയാമായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ പോയി തപ്പിയെങ്കിൽ, പക്ഷെ ടിക്കറ്റ് നിങ്ങൾ തന്നെ ബുക്ക് ചെയ്ത് തരണം കേട്ടോ, എൻ്റെ പൈസ ഇല്ല. അതെ. എന്നിട്ട് ഇത് വന്നപ്പോഴാണ് മൊത്തത്തിൽ ഗൈസ് പടത്തിൽ പോസിറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല. ആകെ ഉള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് തമൻ്റെ മ്യൂസിക്കാണ്, പിന്നെ 3 നായികമാരുമാണ് പോസിറ്റീവ് വരുന്നത്. അല്ലാതെ ഇതിൽ പ്രഭാസിനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രഭാസിൻ്റെ റോളുകളും അല്ലെങ്കിൽ പ്രഭാസിൻ്റെ ഇതിലൊക്കെ ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. ബട്ട് ടോട്ടലി ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. അത് ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോഴേ അറിയാം ഇതൊരു ബോംബ് അപരാധം തന്നെയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതൊരു അപരാധം തന്നെയാണ് പറയാൻ പോകുന്നത്, അപരാധം തന്നെയാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനും ഒന്നുമില്ല, പറയാൻ കിട്ടുന്നുമില്ല. അന്തമാതിരി അപരാധം ഗൈസ്, അന്തമാതിരി അപരാധം. അത് ഈ സഞ്ജയ് ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്, വലിച്ച് കീറി ഒട്ടിക്കാൻ തോന്നുന്നു. അതെന്തോ ഓളമില്ല. ഇതിൻ്റെ ഇടയിൽ സമുദ്രക്കനിയുണ്ട്, സമുദ്രക്കനി 2 റോളിൽ അമ്മ നീങ്ക சொல்ற மாதிரி உங்க அம்மா பேரம்மா நீ சொல்ற மாதிரி സാധാരണ ആളില്ല, മഹാശക്തി സായുധവ. അങ്ങനത്തെ കുറച്ച് ഇത് മലയാളത്തിലാണ് കേസ്. പിന്നെ ഞാൻ തമിഴാണ് കുറേ പറയുന്നതുകൊണ്ട് ഞാൻ തമിഴ് പറഞ്ഞെന്നുള്ളൂ, ഞാൻ മലയാളത്തിലാണ് കണ്ടത് ആക്ച്വലി. അപ്പം ടോട്ടലി ഒരിക്കലും നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യില്ല. കാരണം ഘടപരാധം പറ്റി ലാസ്റ്റ് ഒരു അതിശയം കൂടെ വരുന്നുണ്ട്. അതിൽ നിന്നിട്ട് അവസാനം ഈ ഹിപ്നോട്ടിസം, ഹാലുസിനേഷൻ അങ്ങനെയൊക്കെ കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. അതെല്ലാം കാണിച്ച് കുറച്ച് അവസാനം എന്തൊക്കെയോ ആയിട്ട് അവസാനം പടം തീർന്നെന്ന് നോക്കുമ്പോഴാണ് ഗൈസ് വീണ്ടും ഒരു സെക്കൻഡ് പാർട്ടുണ്ട് അത്രേ. അതിലാണ് ഈ ജോക്കർ. ട്രെയിലറിൽ പ്രഭാസ് വരൂല്ലോ ജോക്കറായിട്ട്, ആ ട്രെയിലറിൽ പ്രഭാസ് പറഞ്ഞ ജോക്കറാണ് അതിൽ വരുന്നത്. എന്നിട്ട് ഇത് പ്രഭാസ് അത് 1983 അത് 63 കഥയാണെന്ന്. പാർട്ട് 2 സർക്കസ് 2 മാരുതി സർക്കസ് 2. മാരുതി ആര്? ഈ ഡയറക്ടർ രാജാ സാബ് സർക്കസ്. ആ ജോക്കറായിട്ടിരുന്നതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ഇതാണ് ലാസ്റ്റ് പ്രഭാസ് ചെയ്യണത്. എന്ത് ഇതിന് മുമ്പും കൊണ്ട് പ്രഭാസ് ഇത് ചെയ്യണം. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ കണ്ടാൽ മതി. ഏത് മനസ്സിലായ 3 പേരുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയും ഇതുപോലെ മൂവി അപ്ഡേറ്റ്സും റിവ്യൂസും കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ പറഞ്ഞേക്ക്. ആൻഡ് അടുത്ത ഏത് പടം വരുന്നു എന്ന് നിങ്ങൾ അതും കൂടെ കമൻറ്റ് ചെയ്തേക്ക്. നെക്സ്റ്റ് ഏത് പടം നമുക്ക് റിവ്യൂ ചെയ്യാം ഗൈസ്.